ലക്ഷദ്വീപിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിന് മാംസാഹാരം തുടരും. ഹെഡ്മാസ്റ്റർമാർക്ക് നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണപരിഷ്കാരത്തിന്റെ ഭാഗമായി മാംസാഹാരം ഒഴിവാക്കിയിരുന്നു. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, എന്താണ് ഈ ഉത്തരവിന്റെ വിശദാംശങ്ങൾ? അഭിലാഷ്, നേരത്തെ ഏറെ വിവാദമായതാണ് ലക്ഷദ്വീപിൽ ഭരണകൂടം ഏർപ്പെടുത്തിയ ചില ഭരണപരിഷ്കാരങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനമായത് ലക്ഷദ്വീപിലെ സ്കൂളുകളിൽ മാംസാഹാരം വിതരണം ചെയ്യാൻ പറ്റില്ല എന്ന ഭരണകൂടത്തിന്റെ ഉത്തരവായിരുന്നു. എന്നാൽ ഈ ഉത്തരവ് ചോദ്യം ചെയ്ത് ലക്ഷദ്വീപ് സ്വദേശിയായ അഡ്വക്കേറ്റ് അജ്മൽ അഹമ്മദ് സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു തീരുമാനം വരികയുമായിരുന്നു. ലക്ഷദ്വീപിൽ ഈ മാംസാഹാരം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ മൃഗങ്ങളെയും മറ്റും അറക്കുന്നത് അല്ലെങ്കിൽ അത്തരം ഒരു കാറ്റിൽ റയറിംഗ് നടക്കുന്നില്ല എന്നൊരു കാരണം ചൂണ്ടിക്കാട്ടി പുറത്തുനിന്ന് എത്തിക്കുന്ന മാംസാഹാരങ്ങൾക്ക് വേണ്ട നിലവാരം മറ്റും കാത്തുസൂക്ഷിക്കാൻ പറ്റില്ല എന്ന അടക്കമുള്ള ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരമൊരു നിരോധനം ഉണ്ടായത്. എന്നാൽ അതിപ്പോൾ സുപ്രീം കോടതി എടുത്തു മാറ്റിയിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ലക്ഷദ്വീപിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിന് മാംസാഹാരം തുടരുന്നതിനുള്ള നടപടിക്രമം സ്വീകരിച്ചിരിക്കുന്നത്. ദ്വീപിലെ ഹെഡ്മാസ്റ്റർമാർക്ക് ഇതിനുള്ള ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരുന്നു. നേരത്തെ സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട ഇടക്കാല ഉത്തരവ് പ്രഖ്യാപിക്കുകയും ചെയ്തു. മാംസം, മത്സ്യം, മുട്ട എന്നിവ ഉൾപ്പെടെയുള്ള ആഹാരങ്ങൾ, ഭക്ഷണപദാർത്ഥങ്ങൾ ഉപയോഗിക്കാം എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഹെഡ്മാസ്റ്റർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അഭിലാഷ്, വിശദാംശങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്.